ദീപ് സർ, രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ലുങ്കി വിവാദത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള മറ്റു വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ VT ബൽറാം ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആളുകൾ ഇന്ന് ലുങ്കി ഉടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വന്നതും വാർത്തയാവുകയാണ്. നിലവിൽ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് കൂടിയുള്ള ചില പരാമർശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഭവത്തെ എങ്ങനെ വിലയിരുത്താം? സ്വാതന്ത്ര്യ സമരകാലത്തും വസ്ത്രം ഒരു വലിയ രാഷ്ട്രീയ ആയുധമായിരുന്നു. രണ്ടുപേർ വസ്ത്രത്തെ തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങളുടെ നിദർശനമാക്കി ഇന്ത്യൻ ലോക ജനതയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മഹാത്മാഗാന്ധിയാണ്. ദക്ഷിണേന്ത്യൻ പര്യടന സമയത്താണ് വളരെ പാവപ്പെട്ട ഒരു കീറ് വസ്ത്രം പോലും ഇല്ലാത്തവരെ കണ്ടതിന് ശേഷമാണ് താൻ ഇനി വളരെ നാമമാത്രമായ നാണം മറയ്ക്കാനുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പ്രതിജ്ഞയെടുക്കുകയും ജീവിതാന്ത്യം വരെ അത് പാലിക്കുകയും ചെയ്തത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്നാണ് അദ്ദേഹത്തെ പണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത്. ഒരിക്കൽ ഒരു യോഗത്തിൽ വൈസ്രോയിയോട് അദ്ദേഹം പറഞ്ഞു, ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ താങ്കൾ ധരിക്കുന്നുണ്ടല്ലോ എന്ന്. അത് വെറും തമാശ മാത്രമായിരുന്നില്ല. ഇന്ത്യ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമൊക്കെ അതിന്റെ പടുകുഴിയിൽ അമർന്നിരുന്ന സമയത്തും ഇന്ത്യയെ കൊളോണിയൽ ഭരണത്തിന് നുകത്തിന് നടുവിൽ തളച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വത്തുക്കൾ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കൊള്ളയടിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വിമർശനം പറയാതെ അതിൽ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി അർദ്ധനഗ്നനായ ഫക്കീറായിരുന്നുവെങ്കിൽ അധസ്ഥിതർക്ക് വേണ്ടി പോരാടിയ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ വിമോചകനായ ഡോക്ടർ BR അംബേദ്കർ ധരിച്ചിരുന്നത് വിദേശ വസ്ത്രമായിരുന്നു. അതിന് അദ്ദേഹത്തിന് ന്യായീകരണമുണ്ടായിരുന്നു. ഒട്ടും നല്ല ജീവിത സാഹചര്യങ്ങളിലൂടെ അല്ല അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്കൊന്നും മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വസ്ത്രം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായിരുന്നു. അങ്ങനെയാണ് വസ്ത്രത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് വലിയ മൂല്യം ഉണ്ടായത്. ഗാന്ധിജി സ്വാശ്രയത്വത്തിന് ഉപയോഗിച്ചത് ചർക്കയിൽ നൂൽക്കണം എന്നുള്ള തന്റെ തത്വശാസ്ത്രം ആയിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ചർക്ക ചിഹ്നം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതും ഈ പ്രതീകാത്മകമായ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഫലമായി ആയിരുന്നു. പക്ഷെ അത് ഗാന്ധിജിക്ക് മാത്രമേ സ്വീകാര്യമായിരുന്നുള്ളൂ. ദേശീയ പതാകയിൽ ചർക്ക സ്ഥാനം പിടിച്ചില്ല എന്ന് നമുക്കറിയാം. അപ്പോഴും നൂൽക്കുക, സ്വന്തം വസ്ത്രം സ്വന്തമായി നെയ്യുക, അങ്ങനെ സ്വതന്ത്രരാകുക എന്നുള്ള ഗാന്ധിജിയുടെ സന്ദേശത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. അതിന്റെ കാലഘട്ടം മാറുന്നതനുസരിച്ച് സ്വാശ്രയത്വം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന രാഷ്ട്രീയ സന്ദേശം. കഴിഞ്ഞ ആഴ്ച BJPയുടെ MP ആയ സുഷ്മിത ദേവ് പാർലമെന്റിൽ ഒരു വലിയ ഒരു ആക്ഷേപ പ്രചാരണം വേണമെങ്കിൽ അവർ പറയുന്നത് അത് പ്രസംഗത്തിന്റെ ഭാഗമായി നടത്തിയല്ല, സംഭാഷണത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്. ദക്ഷിണേന്ത്യക്കാരെ അത് ഏറ്റുപിടിച്ചത് നമ്മുടെ രാജ്യസഭ അംഗമായ ജോൺ ബ്രിട്ടാസ് ആണ്. തന്നെ നിരന്തരമായി ലുങ്കിവാല എന്ന് ആക്ഷേപിക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഇത് പാർലമെന്റിൽ ഉന്നയിക്കുകയും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അംഗങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. നമുക്കറിയാം, ദക്ഷിണേന്ത്യൻ അംഗങ്ങളൊക്കെ മുണ്ടെടുത്ത് പാർലമെന്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധവും രേഖപ്പെടുത്തി. അതിൽ JP നഡ്ഡ, BJP നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ ഇടപെടുകയും അങ്ങനെയല്ല MP ഉദ്ദേശിച്ചത്, അവർക്ക് വ്യക്തമാക്കാൻ ഒരു അവസരം നൽകണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ഉപരാഷ്ട്രപതി, രാജ്യസഭാ അധ്യക്ഷൻ അതിലൊക്കെ ഇടപെട്ട് അംഗങ്ങളോട് ഇത് പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് വസ്ത്രം വീണ്ടും ഇന്ത്യയുടെ ദേശീയ രംഗത്ത് ഒരു ചർച്ചയായത്. അതിന്റെ പിന്തുടർച്ചയായിട്ടുള്ള വളരെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ അരങ്ങേറി. അത് പ്രതിഷേധമൊന്നുമല്ല, അത് പതാക ഉയർത്തലാണ്. ആ തൃത്താല MLA VT ബൽറാമാണ് പഞ്ചായത്തിൽ പതാക ഉയർത്തി 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ധരിച്ചത്
കോൺഗ്രസ്സുകാർ സാധാരണ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങളൊന്നുമല്ല അദ്ദേഹം ധരിച്ചത്. ഒരു ലുങ്കിയാണ്. ലുങ്കി ധരിക്കുക മാത്രമല്ല, അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുകയും ചെയ്തു: വസ്ത്രധാരണത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, വിവേചനത്തിനും വേർതിരിക്കലുകൾക്കുമെതിരായ സ്വാതന്ത്ര്യം, സാംസ്കാരിക ശീലങ്ങളെ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ അടരുകൾ പലതാണ്. അവയെ ഓരോന്നിനും വേണ്ടി പോരാടുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അദ്ദേഹം ഇതൊരു വസ്ത്രം ഒരു രാഷ്ട്രീയ ആയുധമാക്കി അദ്ദേഹം മാറ്റുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നാം സുദൃഢമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. എങ്ങനെ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുന്നത് നീതിയും സ്വാതന്ത്ര്യവും തുല്യതയും സാഹോദര്യവുമാണ്. സ്വാതന്ത്ര്യത്തിലാണ് ഈ വസ്ത്ര സ്വാതന്ത്ര്യമുള്ളത്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത്, പിന്നെ നമ്മുടെ ജീവിത രീതികൾ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. ഭാഷ സംസാരിക്കാൻ, ഏത് ഭാഷയാണ് സംസാരിക്കാൻ നമുക്കിഷ്ടം ആ ഭാഷ സംസാരിക്കാം. സാംസ്കാരിക തനിമകൾ പിന്തുടരാം, ജീവിത രീതികൾ പിന്തുടരാം, ആഹാരശീലങ്ങൾ പിന്തുടരാം. അതിനൊക്കെയാണ് ഇന്ത്യൻ ജനാധിപത്യം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. ബഹുസ്വരതയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്ന്. ലുങ്കി ഉടുക്കാനോ മുണ്ടുടുക്കാനോ പാൻസ് ഇടാനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഇന്ത്യയിലെ ഓരോ പൗരനും സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ് അതിൽ പ്രതിഫലിക്കേണ്ടത്. രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ ഭരണാധികാരികളുടെയോ ഒക്കെ താല്പര്യങ്ങൾ ഇതിൽ കൈകടത്താൻ പാടില്ല. അങ്ങനെ കൈകടത്തിയവർ ലോക ചരിത്രത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായി എത്രയോ കാലം ഒരു രാജ്യത്തെ മുഴുവൻ അടക്കിയവാണ് പോൾപോൾട്ടിനെ നമുക്ക് ഓർമ്മയുണ്ടാവും. കംബോഡിയൻ ഏകാധിപതിയാണ്. കമർ റോഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വം എന്നൊക്കെ അതിഭീകരമായ ഏകാധിപത്യ ഭരണം, കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണം അദ്ദേഹത്തിന്റെ കാലത്ത് 79 ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം വർഗരഹിത സമൂഹം സ്ഥാപിക്കാൻ വേണ്ടി ഒരു വലിയ ശ്രമം നടത്തി. അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തത്വശാസ്ത്രം, വർഗരഹിത സമൂഹത്തിന് വേണ്ടി. ജനങ്ങളെല്ലാം ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ, യൂണിഫോം. അദ്ദേഹം യൂണിഫോം തീരുമാനിച്ചു, നടപ്പിലാക്കി. തോക്കിൻ മുനയിലാണ് അത് നടപ്പിലാക്കിയത്. അതായത് കറുത്ത നിറമുള്ള അയഞ്ഞ ഷർട്ട്, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള പാൻസ്. ഇത് ഗ്രാമീണ കർഷകരുടെ വേഷമാണ്. അതെല്ലാവർക്കും നിർബന്ധിതമാക്കി. കഴുത്തിന് ചുറ്റും ഒരു ചുവപ്പും വെള്ള നിറത്തിലുള്ള ഒരു തുണി കെട്ടുകയും വേണം തലയിൽ. ക്രമ എന്നാണ് അതിന്റെ പേര്. ചെരുപ്പും യൂണിഫോം ചെരുപ്പും അദ്ദേഹം നടപ്പിലാക്കി. റബ്ബർ കാറിന്റെ ടയറുകളിൽ നിന്നുണ്ടാക്കുന്ന ചെരുപ്പാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജനതയുടെ വസ്ത്രശീലത്തെ മുഴുവൻ ഈ ഏകാധിപതി, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി അയാൾ ഭരിച്ചിരുന്ന കാലത്ത് തോക്കിൻ മുനയിലൂടെ ആ ശീലങ്ങളെ മുഴുവൻ മാറ്റി സർക്കാരിന്റെ ഈ യൂണിഫോം പദ്ധതി നടപ്പിലാക്കിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നും ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കീഴ്വഴക്കമല്ല. അയാൾ ഏകാധിപതിയായിരുന്നു, അയാളെ ജനം പുറത്താക്കി. അത് വേറെ ഒരു പ്രശ്നം. ഇന്ത്യ ബഹുസ്വര സമൂഹമാണ്. എല്ലാ സാംസ്കാരിക വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും. അതിലെ ആഹാരശീലങ്ങൾ തന്നെ വൈവിധ്യമുണ്ട്. നമുക്ക് നോക്കുക, ചില സ്ഥലങ്ങളിൽ മാംസാഹാരത്തിനാണ് പ്രാധാന്യമുള്ളത്. ചിലർ കഴിക്കുന്ന മാംസാഹാരം മറ്റു ചിലർക്ക് ഒട്ടും ഹിതമായി തോന്നുകയില്ല. മതപരമായ വിലക്കുകൾ പല മാംസാഹാരങ്ങൾക്കുമുണ്ട്. ഗോവധം നിരോധിക്കണമെന്നൊരു ഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. മതപരമായി പോർക്കിന്റെ മാംസം കഴിക്കാൻ ചില വിഭാഗങ്ങൾക്ക് വൈമുഖ്യമുണ്ട്. നമ്മളിവിടെ വെജിറ്റേറിയൻ ഫുഡിന്റെ അനിവാര്യ ഘടകമായി കാണുന്ന വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഉത്തരേന്ത്യയിലെ ചില മതവിഭാഗങ്ങൾ നോൺ വെജ് ഫുഡായിട്ടാണ് കണക്കാക്കുന്നത്.
ബംഗാളിലെ ഉന്നത ജാതിക്കാർ സാധാരണഗതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ മാംസാഹാരം കഴിക്കാത്തവർ ബംഗാളിൽ മത്സ്യം കഴിക്കുന്നു. അങ്ങനെയൊക്കെ ഒട്ടേറെ വൈവിധ്യങ്ങൾ ആഹാര ശീലങ്ങളിൽ, വിശ്വാസ പ്രമാണങ്ങളിൽ, സംസ്കാരത്തിൽ ഇന്ത്യയിലുണ്ട്. അത് നിലനിർത്തുക, പലമകളും നിലനിർത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്താനുള്ള അടിസ്ഥാനവും അനിവാര്യവുമായ ഘടകങ്ങളിലൊന്ന്. തീർച്ചയായും ലുങ്കി ഉടുത്തോ മുണ്ടുടുത്തോ പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചോ ഒക്കെ എവിടെ പോകാനും അന്തസ്സായും ആത്മാഭിമാനത്തോടെയും ഇടപെടാനും ഓരോ ഇന്ത്യൻ പൗരനും പൗരയ്ക്കും അവകാശമുണ്ടായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന അത് ഉറപ്പു നൽകുന്നുണ്ട്. അത് പാലിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണകൂടത്തിനുണ്ട്. അടിയന്തരമായി ഇക്കാര്യങ്ങളിൽ അവബോധമുണ്ടാക്കാനും അതിന് ഹിതകരമല്ലാത്ത, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഹിതകരമല്ലാത്ത ഒരു കാര്യങ്ങളും വസ്ത്രത്തിന്റെ കാര്യത്തിലും ആഹാരത്തിന്റെ കാര്യത്തിലും ഉൾപ്പെടെ നടപ്പിലാക്കപ്പെടാൻ അനുവദിച്ചുകൂടാ. ഭരണകൂടം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യെസ്, എന്തായാലും വൈവിധ്യവും വിവേചനപൂർണവുമായ ഒരു ഇന്ത്യയിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴും ഇത്തരത്തിൽ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് പോലും ഇടയ്ക്ക് ഏതെങ്കിലും നിലയിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ രാജ്യത്തുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. രാജ്യസഭയിൽ സംഭവിച്ചത്, VT ബൽറാമിന്റെ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലൊക്കെ ഇന്ന് നമ്മൾ കണ്ടതും അത് തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.